തിരുവനന്തപുരത്ത് ആക്ടിവിസം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ എന്താണെന്നുള്ളത് അവനറിയാം. ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസിലെ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂവിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയും ബാക്കി സാധനങ്ങളും ചെയ്യുന്ന ഒരാൾ അവർക്ക് വേണ്ടി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഷീസ് ആൻ ജാസ്മിൻ ആക്ടിവിസ്റ്റ്. ഭയങ്കര ടോക്സിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊല്ലും കൊല വിളിക്കും അവനെ. എന്റെ കയ്യിലാണ് ശരിക്കും സീരിയസ്ലി കിട്ടിയ ഇടിക്കും ഞാൻ. അത് ഇനി വെള്ളരിക്കാൻ പറഞ്ഞാലും അകത്ത് പോയാലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. കാരണം നിന്റെ അമ്മയുടെ മയിര് നട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഇസ് RJ ആൻഡപ്പൻ. ഞാൻ ആൻഡപ്പൻ ആണെന്നുണ്ടെങ്കിലും ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദിയാസനയുടെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ലൈവിനെ റിലീറ്റ് ചെയ്തതാണ്. DJ സിബിൻ അല്ല, ഇറ്റ്സ് BJ സിബിൻ. BJ എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നതെന്നും എന്താണ് അതിൽ അർത്ഥമാക്കിയെന്നുള്ളതെല്ലാം ഭയങ്കര എവിഡൻ്റ് ആണ്. സോ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചാലാ? വെൽക്കം ടു മൈ എപ്പിസോഡ്. ഈ ഫസ്റ്റ് ഓഫ് ഓൾ കുറേ പേർക്ക് സംശയമുണ്ട്. ഞാനും എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് സോഷ്യൽ ആക്ടിവിസം ആർ യു ഡൂയിങ് എന്ന് ദിയാസനയോട് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോഷ്യൽ വർക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. വർക്ക് ചെയ്യുന്നില്ല, സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ അതിനെ ഞാൻ കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അത് വേറെ. പക്ഷേ ഞാൻ എവിടെയും സോഷ്യൽ വർക്കറാണ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിന് ഇപ്പോൾ ഈ പറയുന്ന പോലെ കുറേ മാനദണ്ഡങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഞാൻ അതിലേക്കൊക്കെ വരാം. ഇതൊക്കെ നമ്മുടെ ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം ഇൻട്രോയിൽ എഴുതിയിട്ടുണ്ട് ആക്ടിവിസ്റ്റ് എന്ന്. പിന്നെ താഴെ സോഷ്യൽ ആക്ടിവിസ്റ്റ് വർക്കിംഗ് ആയിട്ട് ട്രിവാൻഡ്രം അങ്ങനെ എന്തോ ഒരു സാധനം കൂടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇൻട്രോയിൽ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആക്ടിവിസ്റ്റ്. അപ്പം എന്തുകൊണ്ട് ഞാനിപ്പോൾ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്ടിവിസം തന്നെ, ആക്ടിവിസ്റ്റുകൾ തന്നെ 4 ടൈപ്പിലുണ്ടെന്നാണ് പറയുക. ഒന്ന് ഹെൽപ്പർ, ചേഞ്ച് ഏജൻസ്, പിന്നെ റിബൽസ്, അഡ്വക്കേറ്റ്. എന്തിനാണ് ഈ 4 പേരെയും എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി എന്താണ് ഹൂ ഈസ് കോൾഡ് ആൻ ആക്ടിവിസ്റ്റ്. വൺ ഹു അഡ്വക്കേറ്റ്സ് ഓർ പ്രാക്ടീസ് ആക്ടിവിസം. അതായത് എ പേഴ്സൺ ഹു യൂസസ് ഓർ സപ്പോർട്ട് സ്ട്രോങ് ആക്ഷൻ ഇൻ സപ്പോർട്ട് ഓഫ് ഓർ ഓപ്പോസിറ്റ് ടു വൺ സൈഡ് ഓഫ് ദി കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ പ്രതികൂലിക്കുകയോ അല്ലെങ്കിൽ ഒരു സാധനത്തിന് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇതിലേതെങ്കിലും ഒരു വശത്ത് നിന്ന് ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസിൽ സ്റ്റാൻഡ് എടുക്കുന്നവരെയോ അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരെയോ നമുക്ക് എന്ത് പറയാമെന്ന് ആക്ടിവിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നിലവിൽ സിബിൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാനും പറഞ്ഞു വച്ചതിൽ എൻ്റെ കൺഫ്യൂഷനും മാറിയിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിയാസന ഇസ് ആൻ ആക്ടിവിസ്റ്റ്. എങ്ങനെ ആക്ടിവിസ്റ്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രൊഫൈൽ പിക്കിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസിലെ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂവിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയും ബാക്കി സാധനങ്ങളും ചെയ്യുന്ന ഒരാൾ അവർക്ക് വേണ്ടി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഷീസ് ആൻ ജാസ്മിൻ ആക്ടിവിസ്റ്റ്. ഒരു സംശയമില്ല, അതിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇനി അവരുടെ ലൈവിനെ പറ്റി പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനകത്തേക്ക് മുമ്പ് ഈ സോഷ്യൽ ആക്ടിവിസ്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ 2018 ഒരു സംഭവം, ബെയർ ചെസ്റ്റ് മൂവ്മെൻറ്റ് ഓർ സംതിങ്, അതും ബാക്കി സംഭവങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഓൺലൈനിൽ നമുക്ക് അതിലൊരു ചൊല്ലുണ്ട്. ഈ ഇൻ്റർനെറ്റിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇഫ് യു ആർ നോട്ട് ദെയർ ദെൻ യു ആർ നോട്ട് ലൈവ് എന്നുള്ളൊരു സാധനം പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടോ, നിങ്ങൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല എന്നാണ് പറയുക. അതിൽ ഈ പറയുന്ന പോലെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഇൻ ട്രിവാൻഡ്രം എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ദിയാസനയുടെ പേര് വന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ഒരു 2018 വരെയുള്ള പല സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. 20 ഒരു ഇൻ്റർവ്യൂ കൊടുത്തതും കാണുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സോഷ്യൽ ആക്ടിവിസ്റ്റ് മൂവ്മെൻറ്റുകളോ സംഭവങ്ങളെയോ പറ്റിയിട്ടോ ഈ സാധനങ്ങളൊന്നും നിലവിൽ ഇൻ്റർനെറ്റിൽ കാണുന്നില്ല. പക്ഷേ ഇൻ്റർനെറ്റിൽ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അവർ സോഷ്യൽ ആക്ടിവിസം ചെയ്യുന്നില്ലെന്നോ ആക്ടിവിസ്റ്റ് അല്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അതിലൊക്കെയൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോഴേക്കും ഇനി മറ്റേ കമൻറ്റ് താഴെ ഇട്ടേക്കരുത്. അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ പേര് ഇൻ്റർനെറ്റിൽ ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് അച്ഛനില്ലെന്നാണോ അർത്ഥം എന്നുപോലെയുള്ള ലോജിക്കില്ലായ്മയുള്ള ഊള സാധനങ്ങളുമായിട്ടൊന്നും വരരുത്. ഞാൻ എന്താണ് മീൻ ചെയ്തതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ദിയാസനയുടെ ഫേസ്ബുക്ക് ലൈവിലേക്ക് പോവാം. പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തീപിടുത്തം കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് മരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമയമാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. എന്നാലും ഇതൊരു ക്ലീശിയ സാധനമായിട്ട് എടുക്കണ്ട. എനിക്ക്
എനിക്കെതിരെ 2-3 ദിവസമായിട്ട് ഈ പറഞ്ഞ ഈ സീസണിലുണ്ടായിരുന്ന ബിഗ് ബോസിനകത്തുണ്ടായി സ്വന്തം കയ്യിലിരിപ്പ് കാരണം പുറത്തിറങ്ങിപ്പോയ സിബിൻ എന്ന് പറയുന്നവൻ എനിക്കെതിരെ ഒരു 2-3 അനാവശ്യ അലിഗേഷൻസ് വെക്കുകയും കുറച്ച് എൻ്റെ സുഹൃത്തുക്കളോട് വളരെ മോശപ്പെട്ട രീതിയിൽ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ എന്നെപ്പറ്റി പറയുകയും ചെയ്തതിൻ്റെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാൾ എന്നെപ്പറ്റി പറഞ്ഞത് തിരുവനന്തപുരത്ത് ആക്ടിവിസം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ എന്താണെന്നുള്ളത് അവനറിയാം. അപ്പം അവൻ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇവൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സുഹൃത്തുക്കൾ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ടുപോയി റോഡിൽ കൊണ്ടുവന്ന് ആക്കി കൊടുക്കും, അതായത് മാമിപ്പണി അതാണ് അത് ഞാൻ ചെയ്യലുണ്ട്. അപ്പം എൻ്റെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് അങ്ങനത്തെ പരിപാടിയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവൻ മറ്റുള്ളവരുടെ അടുത്ത് ഫോണിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ഞാൻ ഈ സംസാരിക്കുന്നത് സിബിൻ്റെ അടുത്താണെന്നുള്ള ഇത് സിബിൻ്റെ അടുത്തോ ആരടുത്താണെന്നുണ്ടെങ്കിലും ദിയാസന മുമ്പ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞതും ദിയാസനയുടേതുമായിട്ടുള്ള പോയിന്റിൽ തന്നെ ഞാൻ അങ്ങോട്ട് ഇടുകയാണ്. ഇങ്ങനൊരു അലിഗേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചുമ്മാ ചീപ്പ് ഷോയ്ക്ക് വേണ്ടിയിട്ട്, ഇത് ഞാൻ ദിയാസനയുടെ അതേ വേർഡുകൾ എടുത്തിട്ട് അതേപോലെ പറയുന്നില്ലെങ്കിലും അതിനെ ഇൻസ്പയർഡ് ആയിട്ട് പറയാണ്, ഈ പട്ടി ഷോ കാണിക്കാൻ നിൽക്കരുത്. പകരം പോയി പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ വന്നിരുന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വില കിട്ടിയേനായിരുന്നു. ഇത് പട്ടി ഷോ വെറുതെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് ദിയാസന മറ്റേതിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ എനിക്കും പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഇങ്ങനെ ഒരു അലിഗേഷൻ സംഭവങ്ങൾ സിബിൻ പറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫേമേഷൻ കേസ് കൊടുക്കാമല്ലോ. എന്ത് കൊടുക്കുന്നില്ല, അത് വിട്, നോക്കാം, അടുത്ത് നോക്കാം. രീതിയിൽ മാത്രം നിങ്ങൾ വിളിച്ചാണ് സംസാരം കൈ കിട്ടി ഇടിക്കും ഞാൻ, അത് ഉറപ്പാണ്, കൺഫേം ആണ്. നിനക്ക് ഇടി ഉറപ്പാണ് എൻ്റെ അടുത്ത്. കാരണം വെച്ചാൽ അത് വാങ്ങിക്കുന്നതാണ്. കാരണം മനസ്സിലായില്ല, ആദ്യം നീ ഒരു മനുഷ്യനെ പറ്റിയിട്ട് എന്താണെന്നുള്ളത് പഠിച്ച് ഇടിക്കും. ഞാൻ ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ജാസ്മിൻ ആർമിയിലൊരു സംഭവം വന്നപ്പോഴാണെങ്കിലും പറഞ്ഞു, ഇത് ഭയങ്കര ടോക്സിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊല്ലും, കൊല വിളിക്കും, അവനെ ചുമരിലെടുത്ത് തേക്കും എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഇത് ഞാൻ നിന്നെ കണ്ടാൽ ഇടിക്കും എന്നൊക്കെ പറയുമ്പോൾ റോക്കിയ. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പം എല്ലാവരും സിജോ റിയാക്ട് ചെയ്യാതെ റിയാക്ട് ചെയ്യാതിരിക്കുമെന്ന് വിചാരിക്കരുത്. മറ്റുള്ളവരുടെ കൈയെല്ലാം മാങ്ങാണ്ടി ചപ്പാനായിട്ടോ അല്ലെങ്കിൽ പറിക്കാനായിട്ടോ പോയി എന്നുള്ളൊരു ധാരണയൊന്നും വേണ്ട. ഇടിക്കാനൊക്കെ പോകുമ്പോൾ ഈ ഇടി എന്ന് പറയുന്ന സാധനവും തെറി എന്ന് പറയുന്ന സാധനവും അല്ലെങ്കിൽ ഈ റിവ്യൂ എന്ന് പറയുന്ന സാധനമൊക്കെ നമുക്കും തിരിച്ച് ഇങ്ങോട്ട് കിട്ടും എന്നുള്ളൊരു ധാരണയിലിരിക്കുക. അപ്പുറത്തെ ആൾക്കാരുടെ കൈകൾക്കൊന്നും ശേഷിക്കുറവൊന്നുമില്ല. എനിവേസ് പറ്റി അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം ഇതാക്കുക. ഇപ്പൊ ഞാൻ നിന്നെ പറ്റി അന്വേഷിച്ച് അറിഞ്ഞ് കൃത്യമായിട്ട് എനിക്ക് മുമ്പ് ഒരു പെൺകൊച്ച് വരെ നീ പ്രഗ്നൻസി ചെയ്ത് ഒരു പെണ്ണിനെ നീ അബോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നീ വേലയിൽ മെഡിക്കൽ സ്റ്റോറിന്ന് നീ മരുന്ന് വാങ്ങിച്ച കഥകൾ ഉൾപ്പെടെയുള്ള ചരിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അത്രയും സംഭവങ്ങൾ ഉൾപ്പെടെ വെളിയിൽ പറഞ്ഞിട്ടാണ് ഇനി അടുത്ത് തുടങ്ങാൻ പോണത്. DJ സിബിൻ അല്ല, അവൻ PJ സിബിനാണ്. ഇവനൊരു മൈക്ക് ഓപ്പറേറ്ററാണ്. മൈക്ക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇവന് ഭയങ്കര മടിയാണ്. ഓക്കെ, ഇതിൽ ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ ദിയാസനയ്ക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ, ആക്ടിവിസ്റ്റ് ആണോ അല്ലേ, എന്താണ് ആക്ടിവിസം എന്നൊക്കെ ചെയ്യുമ്പോൾ പൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേ പൊള്ളൽ മനസ്സിലാക്കാനുള്ളൊരു ബോധം കൂടെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിന് വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വാട്ട് യു ഗീവ്, നമ്മൾ എന്ത് കൊടുക്കുന്നോ അതാണ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് ഈ പറയണ പോലെ ഒരു തരത്തിലുള്ള റെസ്പെക്റ്റ് ആരോടും ഇല്ല, ഒരു തരത്തിലുള്ള ഇതുമില്ല. എന്നിട്ട് നമുക്ക് എല്ലാ സാധനവും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. ഇത് ഞാൻ പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഇൻസിഡൻ്റ് ഉണ്ട്, എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു ഇൻസിഡൻ്റ് ഉണ്ട്. മാനവീയത്ത് ഒരു പ്രോഗ്രാം ആക്ച്വലി ഞാൻ MOTക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ മാൾ ഓഫ് ട്രാവൻകൂറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മീഡിയ കമ്പനിയാണ് അത് ചെയ്തിരുന്നത്. ആ പ്രോഗ്രാമിൽ ആക്ച്വലി ഞാൻ ദിയാസനയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ജസ്റ്റ് അവർ പോകുന്ന അവിടെ പാസിൽ ദിയാസന എപ്പോഴും മാനവീയത്തൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരെ വിളിച്ചു, അവർ വന്നു പോയി. ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, ഈ ദിയാസന ആക്ച്വലി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ MOTക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തിരുന്ന ആൾക്കാരുടെ ഇടയിലെ പ്രോഗ്രാമിനിടയിലാണ് അവിടെ മാനവീയത്ത് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാനിതെല്ലാം കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് അവിടുത്തെ ആൾക്കാരെല്ലാം പോയി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ, അവിടുത്തെ 8 പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ എന്തെങ്കിലും അത് കഴിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും അറിയാമായിരുന്നു. അതും കഴിഞ്ഞ് അടുത്ത ദിവസം അവിടെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിലെ കുറച്ച് ആൾക്കാരാണ് ആക്ച്വലി ഈ സംഭവങ്ങളെല്ലാം ചെയ്തത്. എന്നിട്ട് ഇത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാധനവും നോക്കാതെ അങ്ങോട്ട് ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇടുകയാണ്. ഈ MOTക്ക് വേണ്ടി ചെയ്തവരായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ ചെയ്തിട്ടുണ്ടാവും എന്നല്ല ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരുന്നത്.
അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അപ്പം തന്നെ ദിയാസനയുടെ നമ്പർ മേടിച്ചു, ഞാൻ വിളിച്ചു, ഞാൻ ചോദിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ്, എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇട്ടത്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാനവീയത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ എടുത്ത് നോക്ക്, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളല്ല അടുത്ത ദിവസം ഇന്ന പ്രോഗ്രാം ചെയ്തവരാണ്, ഞങ്ങൾ പെർമിഷനും എടുത്ത് ഈ പറയുന്ന പോലെ ഒക്കെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ അതിലൊന്നും എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായി, എനിക്ക് ഇവരുടെ പോസ്റ്റിൽ മാത്രം എനിക്ക് നല്ല കുരുപൊട്ടി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാതെ വഴി കൂടെ നടന്നു പോയതാണ് ഇവരെ ഞാൻ വിളിച്ചുകൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാമിന് വിളിച്ച് കയറ്റി ഇരുത്തിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും, മാനവീയത്തിലുള്ളൊരു ഫെയിമുള്ള ഒരാളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അപ്പം എനിക്ക് കിട്ടണത്. അപ്പം തന്നെ എനിക്ക് അന്ന് ആക്ച്വലി ഇവരെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ എനിക്ക് മനസ്സിലായതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആൾക്കാർ എന്തെങ്കിലും ഒരു കഥ പറയുന്നു, ആ കഥയെ കേട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്ന ഒരാളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. അപ്പം അന്നേ എനിക്ക് ഇവരോടുള്ള ഒരു റെസ്പെക്റ്റ് സത്യത്തിൽ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതും നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള പ്രവർത്തികളും കൂടെ നമ്മളെ തിരിച്ച് ബാക്ക് ഹിറ്റ് ചെയ്യും എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയിൽ വേണം കേട്ടോ. ഞാനിത് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഇതിൻ്റെ കൂടെ പറയുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോസിൽ ഇനി കുറേ സംഭവങ്ങൾ ഞാൻ ആഡ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ തെറി വിളികളുണ്ട്. സിബിൻ്റെ അമ്മയെ പറയുന്ന സീനുണ്ട്, സിബിൻ്റെ ജോബിനെ റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ അമ്മയെ പറഞ്ഞതിൽ മാത്രമേ എനിക്ക് ഒരു ഇത് തോന്നിയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സിബിനെ പറയണമെങ്കിൽ സിബിനെ പറയാം. ഇപ്പോൾ സിബിനോടും എനിക്ക് പറയാനുള്ള ദിയാസനയെ പറയണമെന്നുണ്ടെങ്കിൽ ദിയാസനയെ പറയാം. ദിയാസനയുടെ പ്രൊഫഷനെയും പറയുന്നതിനോട് ഞാൻ ഇപ്പോൾ നമുക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ദിയാസനയെ കുറിച്ച് സെർച്ച് ചെയ്തു, അപ്പോൾ എനിക്കും കിട്ടിയത് ഇത്ര ഈ 2008 ഈ LGBTQ റിലേറ്റഡ് ആയിട്ടും ബെയർ ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മൂമെൻറ്റ്സിലുള്ള പാർട്ടിസിപ്പേഷൻ അല്ലാതെ നിലവിൽ സത്യത്തിൽ എനിക്കും വലിയ രീതിയിലുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല, ഗൂഗിളിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ എനിക്ക് RTI ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. അപ്പോൾ അത് കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇവരെ വിളിച്ച് ചോദിക്കാൻ എനിക്ക് വയ്യ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നതിൽ എത്രമാത്രം സത്യം ഉണ്ടാവും എന്നുള്ളത് പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്കറിയാം. ഇവർ ഇപ്പം ഇത് പറയും, 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിൻ്റെ സത്യാവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാറ്റിയിടുന്ന ഒരാളായിട്ടാണ് പേഴ്സണലി എനിക്കുണ്ടായത്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് അതിൽ ഇത് സത്യമാണ്. എനിക്ക് തോന്നുന്നില്ല ഇൻ കേസ് ഇഫ് ഷീ ഈസ് വാച്ചിങ് ദിസ് വീഡിയോ ഇവർക്കിത് തള്ളി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പും ഞാൻ പല സംഭവങ്ങളിലും ഈ ബിഗ് ബോസിൻ്റെ സമയത്തൊക്കെ ഇവരുടെ ഇത് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്യാറില്ല, വീഡിയോസ് ചെയ്യാറില്ല. കാരണം എനിക്ക് അന്ന് വേറെ കുറേ വർക്കുകളൊക്കെ ആയിരുന്നു. അപ്പം എനിവേസ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഇപ്രാവശ്യത്തെ സീസണിൽ എനിക്ക് തോന്നുന്നു ഈ അകത്തുള്ള പരിപാടികളെക്കാളും കൂടുതലായിട്ട് പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഡയറക്റ്റ് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിബിനോട് ദേഷ്യം വരുന്നത് മേ ബി ഈ ആക്ടിവിസം സംഭവങ്ങൾ പറഞ്ഞതിൻ്റെ മാത്രമാണോ, അതോ ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് സിബിൻ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൻ്റെ ചുരുക്കാണോ? കാര്യം അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് പലയിടത്തും ഫീൽ ചെയ്യുന്നുണ്ട്. ദിയാസനയ്ക്കും ജാസ്മിനും സായിക്കും എന്താണ് ബന്ധം? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മുൻ കരാറുകളോ സംഭവങ്ങളോ ഒക്കെ ഇതിൻ്റെ ബേസിലുണ്ടോ? അപ്പോൾ അതിങ്ങനെ എന്തെങ്കിലും പുറത്തു വരുമെന്നോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംഭവങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെന്നോ സിബിന് അറിയാമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണ് ഈ ഇത്രയും കല്ലിപ്പിൽ സിബിനോട് പറഞ്ഞത്. എന്ത് തെറിയൊക്കെയാണ് പറയണത്, നിങ്ങൾക്ക് എന്ത് കൊലവിളി ഇടിക്കും, ഇതൊക്കെ ക്രൈമാണ്. നിങ്ങളൊക്കെ എന്ത് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്കൊക്കെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബോധവും ബുദ്ധിയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കോടതി പോകണമെങ്കിൽ ഞാൻ പോവും, ഇതിന് പേരിൽ എന്ത് വന്നാലും എനിക്ക് കുഴപ്പം. എന്ത് മെസ്സേജാണ് ആസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ് യു ആർ ഗിവിങ് ടു ദ സൊസൈറ്റി? അത് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരിക്കട്ടെ. പക്ഷെ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കാനുള്ള ബോധം എങ്കിലും വേണം എന്നുള്ളതാണ്. ഇതിൽ പിന്നെ എൻ്റെ അമ്മയെ പറയുന്ന സീൻസൊക്കെ ഉണ്ട്, ഞാൻ വെക്കാം. എന്റെ പ്രൊഫഷനാ പറയാൻ നീ ആരടാ? നീ എന്റെ പ്രൊഫഷനെ പറയാൻ ആരാണ് നീ? സിബിൻ അവന്റെ അമ്മയുടെ ഞാൻ വല്ല വിളിച്ച് പറയുന്നേ. ഇവൻ മൈക്രോ ഓപ്പറേറ്റിംഗും സാംസന്റെ മൈക്രോ ഓപ്പറേറ്റിംഗും ചെയ്തുകൊണ്ട് നടന്നിട്ട് ഇവൻ DJ ആണെന്ന്, ഇവന്റെ കീജെ, അവൻ ബീജെ അവൻ ചെയ്തോണ്ടിരിക്കുന്ന പണിയാണ് മറ്റുള്ള പെണ്ണുങ്ങളെ മണ്ടയിലെടുത്തോണ്ട് ഇട്ടിരിക്കുന്നത്. എന്റെ കയ്യിലാണ് ശരിക്കും സീരിയസ്ലി കിട്ടിയ ഇടിക്കും ഞാൻ. അത് ഇനി വെള്ളരിക്കാൻ പറഞ്ഞാലും അകത്ത് പോയാലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്താണെന്നറിയാവോ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയണേന്നറിയാവോ? ഇതൊക്കെ വന്ന് എരന്ന് വാങ്ങിക്കണോനാ, അല്ലാതെ പിന്നെ എന്താ പറയാ, വന്ന് എരന്ന് വാങ്ങിക്കണത്. ഇവൻ ആരെന്ന് ഇവന്റെ വിചാരം? ഇവന് എന്താ അറിയാം എന്നെ പറ്റിയിട്ട്? എന്തെങ്കിലും ഇവന് വല്ല ബോധവും മങ്ങട്ടയാണോ ഉണ്ടോ ഇവന്? അതിന്റെ കൂട്ടത്തിൽ അതിന് വേണ്ടി നിൽക്കുന്ന കുറെ പട്രാക്സും അവന്റെ അമ്മയുടെ നായർ എല്ലാത്തിനും ബാക്കിയുണ്ട്. എനിക്ക് സത്യം ഇപ്പൊ തൽക്കാലത്തേക്ക് സിബിന് കൊടുക്കാനുള്ള പൊലയാട്ട് മാത്രമേ ഉള്ളൂ, ആ ഭാഷ മാത്രമേ ഉള്ളൂ. കാരണം അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അങ്ങനെയാണ്. അവൻ അങ്ങ്
ഇവൻ ആരുടെ ഇവനെടാ എന്റെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാനുള്ള ഗട്സ് നിനക്കൊണ്ടെന്നുണ്ടെങ്കിൽ ഈ പാടാ നീ പോ സാത്താന നിന്റെ അമ്മയുടെ മയിര് നട മര്യാദ. കാരണം ഇതിൽ മുഴുവൻ ഒരു തവണ ഞാൻ കേട്ടു, എനിക്കിത് പിന്നെയും കേൾക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാനിത് വീണ്ടും എടുത്തിടാത്തത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇഫ് യു നമ്മളെ ഇപ്പോൾ ഒരാൾ തെറി പറഞ്ഞാലും നമുക്കതിനെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാം, അവർ തെറി പറയാതെ റിയാക്ട് ചെയ്യാം. അപ്പം നമ്മളോടും അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും, നമ്മൾ പറയുന്നതിൽ ഒരു ജെനുവിനിറ്റി ഉണ്ടെന്നും ഫീൽ ചെയ്യും. അതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊക്കെ ഈ പറയണ പോലെ എന്താ സിബിന് തെറി പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ എനിക്ക് തോന്നല്ല. ഇതിൻ്റെ പുറകിൽ ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പുറകിലൊക്കെയുള്ള ഫാൻ ഫൈറ്റൊക്കെ വെച്ചിട്ട് കുറേ പേര് ജാസ്മിനെ ഡിഫെയിം ചെയ്യുന്നു, സായി കൃഷ്ണയെ ഡിഫെയിം ചെയ്യുന്നു, അഭിഷേകിനെ ഡിഫെയിം ചെയ്യുന്നു, ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്തിട്ട്. അതിനൊന്നും ആവശ്യമില്ല. ഇറ്റ്സ് എ ഫക്കിംഗ് ഫേക്ക് ഷോ. ഞാൻ പറഞ്ഞില്ലേ, മണി ഇൻവോൾവ് ആയിട്ട് ഇതിൻ്റെ പുറകിൽ കുറേ കളികൾ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതിനെയൊക്കെ അങ്ങനെ കാണുക. നാളെ ആയിരിക്കുമല്ലോ, നാളെ വിന്നറിനെ ഡിസൈഡ് ചെയ്യും. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലൈവ് കാണാറേ ഇല്ല, എപ്പിസോഡ്സും കാണില്ല, നിർത്തി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പന്നം പിടിച്ച ഷോ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, ഇതിനേക്കാളും വലിയ സീനുകൾ ഉണ്ടാക്കിയിട്ടുള്ള പല ഭാഷയിലെ പല സംഭവങ്ങളുണ്ട്. പക്ഷെ ഇത്രയും കച്ചറ എപ്പിസോഡ്സ് വരുന്ന ഒരു സാധനം. പിന്നെ ലൈവിലൊക്കെ പല സ്ഥലങ്ങളും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയണ ഫുൾ 24x ഡിഫേർഡ് ലൈവ് അങ്ങോട്ട് തൊലിക്കുകയാണെന്ന്. ഗൈസ്, ഇതിൻ്റെ ഇടയിലുള്ള ഫാൻ ഫൈറ്റ്സ് ഒക്കെ ഒഴിവാക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.